ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് SR വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ. അപ്പോൾ ഓണമൊക്കെ അടിപൊളിയായിട്ട് തകൃതിയായിട്ട് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൂരാടം, ഉത്രാടം, അതുപോലെ തന്നെ തിരുവോണം ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ ഇന്ന് പൂരാടം ദിവസമാണ്. അപ്പോൾ പൂരാടത്തിനൊരു വെറൈറ്റി പൂക്കളിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള പൂക്കളം ഇട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ഓണം ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തട്ടിക്കൂട്ടിയ മിനി ഓണസദ്യ അതും 5 മിനിറ്റിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടൗണിൽ പോയപ്പോൾ. അതുപോലെ തന്നെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ അമ്മ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടൗണിൽ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഫെയറിൽ പോയിട്ടുള്ളതും അങ്ങനെയുള്ള ചെറിയ ചെറിയ മേളകളിലൊക്കെ പോയിട്ടുള്ള വീഡിയോസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂക്കള കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓറഞ്ച് പൂവ്, മഞ്ഞപ്പൂവ്, നമ്മുടെ ജമന്തി, ചെണ്ടുമല്ലി, പിന്നെ വാടാമല്ലി, പിന്നെ ഈ ഒരു പൂവ് ഉണ്ടല്ലോ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഒരു ബ്രൗണും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഈ പൂവ്. അപ്പോൾ ഇതിൻ്റെ പേരറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ പൂവ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പൂവ്, അങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ 2-3 കുറച്ച് മോശമായ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഉത്രാടം ദിവസം. ഉത്രാടപ്പാച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല കേസരിയും പിന്നെ നല്ല ഉപ്മാവൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ വയറൊക്കെ ഫില്ലാക്കിയിട്ട് വേഗം പോയിട്ട് പൂക്കളിടാൻ പോയി. അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള പൂക്കളിൽ നിന്ന് ഒരു 2-3 പൂക്കൾ എടുത്തിട്ട് കുറച്ചൊരു വെറൈറ്റി ഡിസൈനൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസൈൻ ഞാൻ അങ്ങനെ അളന്നൊന്നും എല്ലാം വരച്ചിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് അപാകതകൾ ആ ഡിസൈൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ മുറിച്ച് ഞാനും ഏച്ചിയും കൂടെ ഒരു സിമ്പിളായിട്ടുള്ള പൂക്കളം തട്ടിക്കുട്ടി ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്രാടത്തിനുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള പൂക്കളം. ഇങ്ങനെയുണ്ട്. പിന്നെ രാത്രി കുറച്ച് സദ്യ, ഒരു മിനി സദ്യ പോലത്തെ സംഭവമൊക്കെ കഴിച്ചു. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടു നാളത്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഉത്രാടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നാണ് നമ്മുടെ തിരുവോണ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ തിരുവോണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാം സ്പെഷ്യലായിരിക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ നല്ല അടിപൊളി പൂരിയും ഭാജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് വേഗം അതൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ആ പൂക്കളിടാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാമല്ലോ. അപ്പോൾ പൂക്കളത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഏച്ചിമരുന്ന് വരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ പോയി ഒന്ന് പൂക്കളൊക്കെ പിച്ചി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ വേഗം നമുക്ക് ഇട്ട് സെറ്റാക്കാന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വിചാരം മാത്രം. അപ്പോൾ കുറച്ച് നേരം അവർ ഡിസൈൻ വരക്കുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പൂക്കളൊക്കെ പിച്ചി കൊടുക്കാനും മുറിച്ച് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഓറഞ്ച് പൂ അത് ഞാൻ വേഗം മുറിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ എല്ലാ പൂക്കളും മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി തുടങ്ങി. അങ്ങനെ പിങ്ക് പൂ മുറിച്ചു, ഓറഞ്ച് പൂ മുറിച്ചു, പിന്നെ വെള്ളയൊക്കെ പിച്ചി വെച്ചു. അപ്പോൾ ഈ പൂവൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മുറിക്കാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അതിൽ നിന്ന് ഞാൻ 2-3 പൂവെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതൊക്കെ പിച്ചി അടിപൊളിയായിട്ട് നമ്മളൊരു ഇതിലൊക്കെ ഇങ്ങനെ ഉതിർത്തിട്ടു. അതുപോലെ തന്നെ പിങ്ക്, മഞ്ഞ, അങ്ങനെ എല്ലാ പൂക്കളും ഉതിർത്തിട്ടു. അപ്പോൾ ഡിസൈനെല്ലാം ഒരു 9 മണിക്കാണ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ പൂക്കളം ഇട്ടിട്ട് ഒരു 11:30 ആകുമ്പോഴേക്കൊക്കെ തീർക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതും വിചാരിക്കുന്നതും എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു 1 മണിക്കൊക്കെ തീർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ പൂക്കളായിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഓണസദ്യ കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇട്ട് കായ വറുത്തതും ശർക്കര വരട്ടിയും പിന്നെ നല്ല മാങ്ങ അച്ചാറും നാരങ്ങക്കറിയും പപ്പടവും ഒക്കെ വെച്ചു. എന്നിട്ട് പിന്നെ ഓരോ കറികളായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ പുളിയിഞ്ചിയും ബീൻസ് തോരനും പഴമൊക്കെ വെച്ചു. പിന്നെ ഓർഡറൊന്നും കറക്റ്റ് അല്ല, നമുക്കറിയുന്ന പോലെ നമ്മൾ ഒരു ചെറിയ ഓണസദ്യ വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ബീട്രൂട്ട് പച്ചടി വെച്ചു, കൂട്ടുകറി വെച്ചു,
പിന്നെ അവിയൽ വെച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം, അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പച്ചടി വെച്ചു. പിന്നെ ഓലൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം ആവശ്യത്തിനുള്ള ചോറൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് പരിപ്പും അതുപോലെ തന്നെ സാമ്പാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു. പിന്നെ പായസമായിട്ട് നല്ല പരിപ്പ് പ്രഥമനാണ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നല്ല അടിപൊളി പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി നല്ലപോലെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കൊക്കെ പാസ്സാക്കി വൈകുന്നേരം എണീച്ചു. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ മെഹന്തി റീലൊക്കെ എടുത്തു. ഞാൻ അമ്മ പിന്നെ ഏച്ചിമാരെല്ലാം കൂടെ മൈലഞ്ചൊക്കെ ഇട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഒരു 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം നൈറ്റ് വ്യൂല്. അപ്പോൾ നിങ്ങളുടെ ഓണവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം.